ലോകത്തിലെ മികച്ച സിനിമകൾ ഹോളിവുഡിൽ നിന്ന് മാത്രമല്ല എന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾ വിശ്വസിച്ചേ മതിയാവൂ. കാരണം ഈ സിനിമകളുടെ തീവ്രതയും മിസ്റ്ററിയും ഏത് ഇൻഡസ്ട്രി ആയിട്ടും കിടപിടിക്കാൻ കഴിയാവുന്നവയാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ സിനിമ കാണുന്ന രീതിയെ തന്നെ മാറ്റിക്കളയുന്ന 5 കൊറിയൻ സിനിമകളാണ്. ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്തതുപോലുള്ള 5 മസ്റ്റ് വാച്ച് കൊറിയൻ മൂവീസ്. ആദ്യത്തെ സിനിമയാണ് ദ വെയിലിംഗ്. ഒരു ചെറിയ ഗ്രാമത്തിലെ ആളുകൾ പെട്ടെന്ന് ഹിംസാത്മകമായി മാറി സ്വന്തം കുടുംബത്തെ പോലും കൊല്ലാൻ തുടങ്ങുന്നു. അത് അന്വേഷിക്കാൻ ഒരു പോലീസ് ഓഫീസർ ശ്രമിക്കുമ്പോൾ കഥ കൂടുതൽ ഇരുണ്ടതും മിസ്റ്റീരിയസുമായ ദിശയിലേക്ക് മാറുന്നു. ഈ സിനിമയെ വ്യത്യസ്തമാക്കുന്നത് ഹൊറർ, മതവിശ്വാസം, ഫോക്ലോർ, മിസ്റ്ററി എല്ലാം ചേർന്നുള്ള കഥയാണ്. സിനിമയുടെ മുഴുവൻ സമയവും നിങ്ങൾക്ക് ആരാണ് മോശം ആരാണ് ശരി എന്ന് തന്നെ മനസ്സിലാവില്ല. ഇത് സാധാരണ ഹൊറർ സിനിമയുടെ ഗണത്തിൽപ്പെടുത്താൻ പറ്റില്ല. ഒരു ഫോക്ലോർ ബേസ് ആയിട്ടുള്ള ഹൊററാണ് നമ്മളിവിടെ കാണുന്നത്. ഈ സിനിമ മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന തരത്തിലുള്ള അനുഭവമാണ് തരിക. അടുത്തത് പാരസൈറ്റ്. ചരിത്രം സൃഷ്ടിച്ച സിനിമയാണിത്. കാരണം അക്കാഡമി അവാർഡ് ഫോർ ബെസ്റ്റ് പിക്ചർ നേടിയ ആദ്യ കൊറിയൻ സിനിമയാണ് പാരസൈറ്റ്. ഒരു പാവപ്പെട്ട കുടുംബം ഒരു സമ്പന്ന കുടുംബത്തിന്റെ വീട്ടിൽ ജോലി നേടുന്ന കഥ പോലെയാണ് സിനിമ ആരംഭിക്കുന്നത്. പക്ഷെ ഒരു പോയിന്റിൽ സിനിമ പൂർണ്ണമായും അപ്രതീക്ഷിതമായ ഒരു വഴിയിലേക്ക് തിരിയുന്നു. ഈ സിനിമയെ പ്രത്യേകമാക്കുന്നത് അതിൻ്റെ പെർഫെക്റ്റ് സ്റ്റോറി ടെല്ലിങ്ങും ക്ലാസ് ഡിഫറൻസിനെ കുറിച്ചുള്ള ശക്തമായ സന്ദേശവുമാണ്. ഓരോ സീനും പ്രധാനമാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ചു കാണുക. ഓരോ ചെറിയ ഡീറ്റെയിലിനും അർത്ഥവുമുണ്ട്. മൂന്നാമത്തെ സിനിമയാണ് എ ടെയിൽ ഓഫ് ടു സിസ്റ്റേഴ്സ്. ഇത് എല്ലാ കാലത്തെയും ഏറ്റവും മനോഹരമായി നിർമ്മിച്ച സൈക്കോളജിക്കൽ ഹൊറർ സിനിമകളിൽ ഒന്നാണ്. ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്ന 2 സഹോദരിമാരുടെ കഥയാണ് സിനിമ പറയുന്നത്. വീട്ടിലെത്തിച്ചേരുമ്പോൾ അവിടെ വിചിത്രമായ സംഭവങ്ങൾ നടക്കാൻ തുടങ്ങുന്നു. ഈ സിനിമയെ വ്യത്യസ്തമാക്കുന്നത് ഇമോഷനും സൈക്കോളജിക്കൽ ഡെപ്തുമാണ്. ചീപ്പ് ജംസ്കേഴ്സ് ഒന്നും ഇല്ല, പകരം സ്ലോ ആയി ബിൽഡ് ചെയ്യുന്ന ഭയമാണ് സിനിമയുടെ ഫൗണ്ടേഷൻ. ശേഷം അവസാനത്തിൽ വരുന്ന ട്വിസ്റ്റ് കൂടെ കാണുമ്പോൾ നിങ്ങൾ നേരത്തെ കണ്ട എല്ലാ സീൻസിന്റെ അർത്ഥം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. സോ കണ്ടു നോക്കുക. നാലാമത്തെ മൂവിയാണ് മെമ്മറീസ് ഓഫ് മർഡർ. ഇത് കൊറിയയിലെ ആദ്യ സീരിയൽ കില്ലർ കേസിനെ അടിസ്ഥാനമാക്കിയുള്ള സിനിമയാണ്. 1980കളിൽ നടന്ന കൊലപാതകങ്ങൾ അന്വേഷിക്കുന്ന ഡിറ്റക്റ്റീവ്സിന്റെ കഥ. ഈ സിനിമയെ പ്രത്യേകമാക്കുന്നത് അതിന്റെ റിയലിസ്റ്റിക് ഇൻവെസ്റ്റിഗേഷനാണ്. പെർഫെക്റ്റ് അല്ലാത്ത പോലീസുകാർ, അവർ ചെയ്യുന്ന തെറ്റുകൾ, അങ്ങനെ കുറെ എലമെന്റ്സ് ഈ സിനിമയിൽ ഒരു വ്യത്യസ്തമായ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി ആക്കുന്നു. ഈ സിനിമ സംവിധാനം ചെയ്തത് ബോങ് ജൂങ് ഹോ ആണ്. പാരസൈറ്റ് സംവിധാനം ചെയ്ത അതേ സംവിധായകൻ. സിനിമയുടെ ലാസ്റ്റ് സീനൊക്കെ ലോക സിനിമയിലെ ഏറ്റവും ശക്തമായ എൻഡിങ്സിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് അവസാനം വരെ കാണുക ഓർത്തിട്ടാണ്. ലാസ്റ്റ് മൂവിയാണ് പെപ്പർമിന്റ് കാൻഡി. ഇത് വളരെ വികാരഭരിതമായ ഒരു സിനിമയാണ്. സിനിമ ദുഃഖകരമായ സംഭവത്തോടെ തുടങ്ങുന്നു, പിന്നീട് കഥ ബാക്ക്വേർഡ്സിലേക്ക് പോകുന്നു. പ്രധാന കഥാപാത്രത്തിന്റെ ജീവിതം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പിന്നോട്ട് കാണിക്കുന്നു. സിനിമയെ പ്രത്യേകമാക്കുന്നത് റിവേഴ്സ് സ്റ്റോറി ടെല്ലിംഗ് സ്ട്രക്ചറാണ്. കാലം പിന്നോട്ട് പോകുമ്പോൾ ഒരു മനുഷ്യനെ ജീവിതവും സമൂഹവും എങ്ങനെ മാറ്റി നശിപ്പിച്ച് കളയുന്നു എന്ന് നമ്മൾക്ക് കാണിച്ചു തരുന്നു. നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തെക്കുറിച്ചാണ് ഈ സിനിമ പറയുന്നത്. അവസാനം ഇത് വളരെ ഇമോഷണലായി നമ്മളെ ടച്ച് ചെയ്യുന്ന വിധമാണ് കൊണ്ടുവന്ന് നിർത്തുന്നത്. നിങ്ങൾ ഗ്രേറ്റ് സ്റ്റോറി ടെല്ലിംഗ് ഉള്ള കൊറിയൻ സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മേൽ പറഞ്ഞ മൂവീസ് വെച്ച് തുടങ്ങാവുന്നതാണ്. കൊറിയൻ മൂവീസിന്റെ ഫൗണ്ടേഷൻ എത്ര സ്ട്രോങ് ആണ് എന്ന് ഈ മൂവീസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള ആനിമെ മൂവി സീരീസ് കോണ്ടന്റ്സിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ഇറ്റ്സ് മീ പിഞ്ച് വാച്ചർ സൈനിങ് ഓഫ്.